ഹായ്, ഇന്നൊരു അടിപൊളി അടമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നിറം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ അടമാങ്ങ ഞാൻ 1 മണിക്കൂറോളം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ. കാരണം ഇത് നല്ല ഡ്രൈ ആണല്ലോ. അപ്പോൾ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി നമ്മുടെ അടമാങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറേ നാൾ നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും, പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.